ഹായ്, ഞാൻ ധർമ്മരാജ്, വെൽനസ് കോച്ച്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഉയരമുള്ള ആൾക്കാരാണല്ലോ, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വെയിറ്റുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഒരു 80 കിലോ വെയിറ്റുള്ള ആളാണെന്ന് വിചാരിക്കുക. 80 കിലോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ ടോട്ടൽ വെയിറ്റാണ്. അതായത് ബോൺസ്, മസിൽസ്, ഫാറ്റ് ഇതെല്ലാം കൂടിയതാണ് ഈ 80 കിലോ എന്ന് പറയുന്നത്. ഇതിൽ ഫാറ്റ് പെർസെൻറ്റേജ് കറക്റ്റായിരിക്കണം. ഫാറ്റ് പെർസെൻറ്റേജ് നമ്മളൊരു മോണിറ്ററിൽ നോക്കുമ്പോൾ 10നും 20നും ഇടയിലാണ് ജെൻസിന് വേണ്ടത് ഫാറ്റ് പെർസെൻറ്റേജ്. ലേഡീസിന് 20നും 30നും ഇടയിലാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഫാറ്റ് പെർസെൻറ്റേജ് മോണിറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 28ആണെന്ന് വിചാരിക്കുക. 10നും 20നും ഇടയിലാണ് വേണ്ടത്, അത് 28ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് പൈപ്പില്ലേ, അത് 10ൻ്റെ 20ൻ്റെ ഇടയിൽ ഫാറ്റ് പെർസെൻറ്റേജ് ആകുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ടിരിക്കും. ഫാറ്റ് പെർസെൻറ്റേജ് അതിന് അധികമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് വന്നടി. അപ്പോൾ നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതുപോലെ BMI എന്ന് പറഞ്ഞത് 19ൻ്റെ 23ൻ്റെ ഇടയിലാണ്. ഈ BMI എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഈ 19ൻ്റെ 23ൻ്റെ ഇടയിൽ ഉള്ളത് ഒരു 25 അല്ലെങ്കിൽ 30 ഉണ്ടെങ്കിൽ നിങ്ങൾ ഒബീസിറ്റിയിലേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മളിപ്പോൾ ഒരു ടാപ്പ് പിടിച്ച് നോക്കാമെന്ന് വിചാരിക്കുക. ഒരു ടാപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആണുങ്ങൾ അരവണ്ണം പിടിച്ച് നോക്കുമ്പോൾ 90 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക, അത് ഓക്കെയാണ്. ലേഡീസിന് 80 സെൻറ്റിമീറ്ററാണ് അരവണ്ണം വേണ്ടത്. നമ്മൾ ജെൻറ്റിൽമാന്, സ്ലിം ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അളവ് ഇതാണ്. അരവണ്ണം ജെൻസിന് 90 സെൻറ്റിമീറ്ററും ലേഡീസിന് 80 സെൻറ്റിമീറ്റർ. ഇപ്പം ഇതൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമില്ലേ, അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് ആൻഡ് ഓയിലിൻ്റെ അളവ് വളരെ കൂടുതലാണ്. കൂടാതെ ചോറ്, ഗോതമ്പ് ഇങ്ങനെയുള്ള എന്ത് കഴിക്കാനും വെച്ചാലും അത് കാർബോഹൈഡ്രേറ്റാണ്, അതിൽ തന്നെ ഷുഗറും ഉണ്ട്. പിന്നെ സാൾട്ട് എന്ന് പറഞ്ഞത് വളരെ കുറച്ചാണ് ആവശ്യം. നമ്മളെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തേക്ക് തീരെ ആവശ്യമില്ല. നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതിലൊക്കെ അറിയാതെ ഈ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് കേടുവരാതിരിക്കാൻ അതിൽ കെമിക്കൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ അത് ഒരു ബാലൻസ് ആയിട്ടിരിക്കണം. ഇപ്പോൾ ഇങ്ങനെ നിൽക്കണേ, അതായത് ഫാറ്റ് ആൻഡ് ഓയിൽ കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, സാൾട്ട്, ഷുഗർ, കെമിക്കൽ ഇതൊന്നും ശരീരത്തിൽ ഈ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ശരീരത്തിക്ക് ആവശ്യമില്ല. എന്നാൽ നമ്മളെ ശരീരത്തിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ബാലൻസ് ആയിരിക്കണം. ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പ്രോട്ടീനാണ്. ഇപ്പോൾ പ്രോട്ടീൻ എത്ര മുഖ്യമാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 80 കിലോ വെയിറ്റുള്ള ആൾക്ക് ഒരു ദിവസം 80 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. അതിനൊരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ നമ്മുടെ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങില്ലേ, ഇതിന് ഉറപ്പ് കൊടുക്കുന്നത് സിമെൻ്റ് അല്ലേ, എന്ന പോലെ നമ്മളെ ശരീരത്തിന് ഉറപ്പ് കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് പ്രോട്ടീൻ. കൂടാതെ വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ മില്ലിഗ്രാം അളവിൽ നമ്മളെ ശരീരത്തേക്ക് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മളെ ഒരു വൈറ്റമിനാണ് സിങ്ക് എന്ന് പറയുന്ന വൈറ്റമിൻ. സിങ്ക് എന്ന് പറഞ്ഞ വൈറ്റമിൻ നമ്മളെ ശരീരത്തിൽ കിട്ടാതെ വരുമ്പോൾ നമുക്ക് മുടി കൊഴിയും. അയഡിൻ എന്ന് പറയുന്ന വൈറ്റമിൻ കിട്ടാതെ വരുമ്പോൾ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാവും. കാൽഷ്യം എന്ന് പറയുന്ന വൈറ്റമിൻ കിട്ടാതെ വരുമ്പോൾ നമ്മളെ എല്ല് പല്ല് സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. വൈറ്റമിൻ എന്റെ കുറവ് കൊണ്ട് കണ്ണിന് അസുഖം വരുന്നത്. ഇതുപോലുള്ള ഇംബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്തിൻ്റെ അതോറിറ്റി ആരാണെന്ന് അറിയുമോ? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഇംബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ് കൊണ്ടാണ് നമുക്ക് 70% രോഗങ്ങൾ വരുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയേണ്ടത്, ഞാൻ പറയുന്നതല്ല.
അപ്പോൾ ഈ 70% രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ ഉള്ള ഭക്ഷണ രീതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാം, ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതിരിക്കാം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാനൊരു ഇപ്പോൾ 60 വയസ്സായിട്ടോ, ഒരു 54ാമത്തെ വയസ്സിൽ വരെ എനിക്ക് എൻ്റെ ഫുഡ് ഹാബിറ്റ് വളരെ റോങ് ആയിരുന്നു. അത് കറക്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റിയത്. ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു, ഊരവേദന ഉണ്ടായിരുന്നു, കഴുത്ത് വേദന ഉണ്ടായിരുന്നു, ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ആസ്മ, അലർജി, പിന്നെ അസിഡിറ്റി പ്രശ്നം. ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ ജില്ലകളിലും ഡോക്ടർമാരെ മാറി മാറി കാണും. എൻ്റെ കയ്യും വായാണ് ഇതിനുള്ള പ്രശ്നക്കാരൻ എന്നുള്ളത് ഈ ഡോക്ടർമാരൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അവർ ഭക്ഷണ രീതി കറക്റ്റ് ചെയ്യുന്ന രീതി അവർക്കില്ല. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മെഡിസിനും പിന്നെ അങ്ങനെയുള്ള ഒരു രീതിയല്ലേ. നമ്മുടെ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാനുള്ള അർഹതയുള്ളൂ. അതുപോലുള്ള ഒരു ബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് മാറ്റം വരുന്നത് കാണാം. പിന്നെ അത് ഒരു WHO പറയുന്ന ഒരു ഭക്ഷണ രീതി ഉണ്ട്. നമ്മളൊരു വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോയാൽ അത് എല്ലാവരും കഴിക്കും. എല്ലാ ഭക്ഷണവും എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. അധികമായ അമൃതും വിഷം എന്ന് പറയും. അത് ആ ഭക്ഷണം നമുക്ക് തിരിച്ചറിയണം. നമുക്ക് ആ തിരിച്ചറിയുന്ന ഒരു അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒരു വിദ്യാലയത്തിൽ നിന്നോ നമുക്ക് പറഞ്ഞു തരുന്നില്ല. നിങ്ങളുടെ ശരീരഘടന എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തരാനൊരു സിസ്റ്റം ഇവിടെ നിന്ന് നിലവിൽ ഉള്ളത് വെൽനസ് സെൻ്ററുകൾ മാത്രമാണ്. അതായത് അത് നടത്തുന്നത് ഇപ്പോൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഞാനും അതേപോലുള്ളൊരു വെൽനസ് കോച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളോ ജീവിതകാലം മുഴുവൻ ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടാൻ ഞാൻ ഇതിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.